സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന വിഷയപരമ്പരയിൽ ഔലിയാക്കളും കറാമത്തും എന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ മാലകളിലും മൗലീദുകളിലും നിറഞ്ഞുകിടക്കുന്ന അബദ്ധങ്ങളിലൂടെ ഒരു ചെറിയ നിലക്കുള്ള എത്തിനോട്ടമാണ് നമ്മൾ നടത്തിയത്. കറാമത്തുകൾ എന്ന പേരിൽ സമൂഹം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകൾ, ആ കൂട്ടത്തിൽ ഇനിയും എമ്പാടും വിശദീകരിക്കാനുണ്ട്. പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള കറാമത്തുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലവനായ മഹാനായ ഒരു വലിയ, ജീവിതകാലത്ത് മുഴുക്കയും തൗഹീദിന് വേണ്ടി അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ഒരു ധീരനായ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ അനുയായികൾ കുറെ കെട്ടുകഥകൾ കെട്ടിയുണ്ടാക്കി അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചിരിക്കുകയാണ്. ആ ആരോപണങ്ങളിലെ സാമ്പിളുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കറാമത്തുകൾ എന്ന പേരിൽ ശൈഖ് അവറുകൾ അതിന് ഉത്തരവാദിയല്ല. ഈ നിലക്കുള്ള കെട്ടുകഥകളെ വിമർശിക്കുമ്പോൾ അത് ശൈഖിന്റെ നേരെയുള്ള പുച്ഛമായോ പരിഹാസമായോ കാണരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല. അദ്ദേഹത്തിന്റെ ശരിയായ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് തവസ്സുൽ സംബന്ധമായ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചതുമാണ്. ആ കൂട്ടത്തിൽ കറാമത്തുകളായി ജനങ്ങൾ ആദരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മാലയിലും മൗലീദിലുമൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കറാമത്താണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെ എവിടുന്ന് വിളിച്ചാലും ഏതവസരത്തിലും തന്റെ മുരീദുകളെ രക്ഷിക്കാൻ അദ്ദേഹം പാഞ്ഞെത്തും എന്നാണ് ധാരണ. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ശൈഖ് അവറുകളെ 1000 വട്ടം വിളിച്ച് തേടാനുള്ള പദ്യമാണ് ഖുതുബിയ്യത്ത്. ആ ഖുതുബിയ്യത്തിൽ ഒരു വരിയുണ്ട്, വഖുൽത ഇന്ന യദീ ഹാദിഹി ലദായിമതുൻ ലിമൻ യുരീദു തരീഖി വഹിയ റായിമതുൻ ഫാസത് ബിഹാ അൻഫുസുൻ ലിർശിദി റായിമതുൻ അനൽ മുനാദാ ബിഹഖിൻ മുഹിയ്യദ്ദീൻ. ഖുതുബിയ്യത്തിലുള്ള വരിയാണ്. ശൈഖ് അവറുകളോട് പറയാണ്, ഖുതുബിയ്യത്തുണ്ടാക്കിയ ആള്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പിടിക്കുന്ന ആളുകളെ സഹായിക്കാൻ എന്റെ കരങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കാൻ പാഞ്ഞെത്തുന്ന വ്യക്തിത്വമാണ് അങ്ങയുടേത് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഖുതുബിയ്യത്തിലുള്ള വരി. ആ ഖുതുബിയ്യത്തിന് അറബി മലയാളത്തിൽ കുറെ പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അറബി മലയാളത്തിൽ ഒരു പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. ആ പരിഭാഷയുടെ പേര് ജൗഹറത്തുൽ ഖുതുബിയ്യ ഫീ മനാഖിബി ഖുതുബിൽ അലിയ എന്നാണ്. അതെഴുതിയിട്ടുള്ളത് ഒരു പൊന്നാനിക്കാരനാണ്, ഓടമ്പിയകം എന്ന മുക്രിയകത്ത് ഹാജി മുഹമ്മദ് മുസ്ലിയാർ. ഇയാളാണ് രചയിതാവ്. പൊന്നാനിക്കാരുണ്ടെങ്കിൽ ഈ വീട്ടുപേര് ഓർമ്മച്ചോ. ഓടമ്പിയകം എന്ന മുക്രിയകത്ത് ഹാജി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ റമദാൻ മാസം ഹിജ്റ 1352 റമദാൻ 24-നാണ് രചന പൂർത്തിയായത്. ക്രിസ്തുവർഷം 1934 ജനുവരി 11-നാണ് രചന പൂർത്തിയായത്. ആ പറയുന്ന ജൗഹറത്തുൽ ഖുതുബിയ്യ എന്ന പുസ്തകത്തിന്റെ 105-ാമത്തെ പേജിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ
ഒരാൾ മുരീദായി സ്വീകരിച്ചാൽ ഏത് ഘട്ടത്തിലും ശൈഖ് അവറുകൾ വന്ന് സഹായിക്കും. എത്രത്തോളം എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനം എഴുതുന്നു, എത്രത്തോളം ഖബറിൽ വരെ. മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ് മരിച്ചു, ഖബറടക്കി. മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വന്നു, മുൻകറും നക്കീറും ചോദ്യത്തിന് വന്നു. ചോദ്യത്തിന് വന്നപ്പോ ചോദ്യം ആരംഭിച്ചു, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? ഉത്തരമൊന്നുമില്ല. ഒമൻ നബിയുക, നിന്റെ നബിയാര്? മൗനം. നിന്റെ ദീനേത്? മൗനം. മലക്കുകൾക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെയല്ലോ, ഉത്തരം പറഞ്ഞില്ല, ദേഷ്യം പിടിച്ചു. മലക്കുകൾ മിളറബ, ആ ദണ്ടെടുത്തിട്ട് അടിക്കാൻ വേണ്ടി രോമിയോടുകൂടി മനുഷ്യൻ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഒറ്റ വിളിയ. പണ്ട് കുത്തുകയറ്റിയല്ലേ ഓർമ്മയുണ്ട്, വെളുക്കൂലി. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മൊയ്തി ശേഖേ കാക്കണേ ഒറ്റ വിളി കവറുക. മലക്കുകളെ കയ്യിൽ നിന്ന് ഒരാൾ, ഒരു അജ്ഞാതൻ വന്നിട്ട് വടിയങ്ങ് തട്ടിപ്പറിച്ചു പോയി. മലക്കുകൾ പോയിട്ട് അള്ളാഹിനോട് പരാതി പറഞ്ഞു, പടച്ചോനെ, ഞങ്ങളുടെ ഡ്യൂട്ടി സർവീസിനിടയ്ക്ക് പരിചയമില്ലാത്തൊരു കാര്യം ഇന്നുണ്ടായി. എന്താ? ഞങ്ങളൊരു മനുഷ്യനോട് ചോദ്യം ചോദിക്കാൻ ചെന്ന് റബ്ബാര് നബിയാര് ദീനേരെന്നൊക്കെ ചോദിച്ചപ്പോ ഇയാളൊന്നും ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറയത്തവരെ ശിക്ഷിക്കണം എന്നാണല്ലോ നിന്റെ കൽപ്പന. ശിക്ഷിക്കാൻ വേണ്ടി വടിയെടുത്ത് ഓങ്ങിയപ്പോ ഇയാളൊരാളെ പേര് പറഞ്ഞോടുകൂടി വടി ഒരാൾ ഞങ്ങളെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ആളെ ഞാൻ അറിഞ്ഞൂടാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകർ നക്കീറിനോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഈ ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഒട്ടാകെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, ഒരു സ്നേഹിതനുണ്ട്. അയാളുടെ പേര് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് എന്നാകുന്നു. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹം ഉണ്ടാവും എന്റെ അരിശിന്റെ താഴെ വിശ്രമിക്കുന്നുണ്ടാവും. അവിടെ പൊയ്ക്കോളി, മാപ്പ് പറഞ്ഞ് വടി വാങ്ങിക്കോളി എന്നു. മുൻകർ നക്കീറും ചെന്ന് രണ്ടാളെ അടുത്ത് ചെന്ന്, രണ്ടാൾ കൂടെ മൊഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് ചെന്നപ്പോൾ മുമ്പ് അവിടെ ഉറങ്ങുകയാണെന്നാണ് അതിൽ പറയുന്നത്. വിളിച്ചോൺസി എന്തേ പോന്ന്? ഞങ്ങൾക്ക് ആ വടി ഒന്ന് വേണ്ടിയിരുന്നു. തലമങ്ങനെ ചോദിച്ചിട്ട് ആ വടി ഒന്ന് വേണ്ടിയിരുന്നു. ഏത് വടി? നേരത്തെ ഉണ്ടായ സംഭവമല്ലേ, വടിയൊക്കെ തരാം, പക്ഷെ ഒരു കരാർ എഴുതണം. എന്താ കരാറ്? എന്താ കരാറെന്നോ? മുൻകർ നക്കീറോട് എന്റെ മുരീദീനെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ. മാലയിൽ കാണാം, ഈ മാലയിൽ കാണാം മുൻകർ നക്കീറിനോട് വാങ്ങിയ കരാർ. ആ കരാറിൽ പറയുന്നത് ഇതാ, ഇതിന്റെ പേജ് 15 അവസാനത്തെ വരി കണ്ടോ? മുൻകർ നക്കീറോട് സമ്മതാണോ? സമ്മതാണേ. ഇതാണ് ജൗഹറത്തുൽ ഖുത്ബിയ്യ ഫീ മനാഖിബ് ഖുത്ബിൽ അലിയ എന്ന പുസ്തകത്തിന്റെ 105-ാമത്തെ പേജ്. ആധികാരികല്ല എന്ന് പറയാൻ പറ്റില്ല. ഇബ്നോടത്ത് വാങ്ങി വായിച്ചോ? ആരൊക്കെ അംഗീകാരം എഴുതിയത്? ഇത് ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ അഖീദ ഇതിലുള്ളൂ എന്ന് ആരൊക്കെ പറഞ്ഞെന്നറിയോ? ചില്ലറക്കാരൊന്നല്ല, സമസ്തന്റെ കാര്യമായ നേതാക്കളെ പേര് കേട്ടോ. ഒന്നാമതായി ശരിയായ രൂപത്തിലുള്ള പരിഭാഷയാണ് അതിന് അംഗീകാരം കൊടുത്തത്. ഒന്ന്, പാനായിക്കുളം കരിവേലിപ്പറമ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബ്രാക്കറ്റിൽ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്ത മുഷാവറ മെമ്പറായി. രണ്ടാമത്തെ വ്യക്തി കരിവന്തിരുത്തി മുദരിസ് പൊന്നാനി പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. പൊന്നാനിക്കാർക്ക് ഇതിൽ നല്ല കൂടുതൽ ഭാഗവാക്കായിട്ട്. മൂന്നാമത്തത് പാറക്കടവത്തെ കാളി തലശ്ശേരി പുതിയ വീട്ടിൽ അബ്ദുൽ മുസ്ലിയാർ, കണ്ണൂർ ജില്ലക്കൂട്ട്, 1 മാർക്ക്. നാലാമത്തത് എടക്കയ്യൂര് മുദരിസ് അണ്ടത്തോട്ടുകാരൻ മാഹിൻ മുസ്ലിയാർ. അഞ്ചാമതായിട്ട് ഒറ്റപ്പാലം ചാലിയം മുതലായ രാജ്യങ്ങളിൽ കാളി പൊന്നാനി മഹദൂം പുതിയകത്ത് സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ. കുറെ ആളുകൾ, പ്രധാനപ്പെട്ട 5 ആൾ പേരെ ഞാൻ വായിച്ചുള്ളൂ. ഇത് ആ തുടക്കത്തിൽ അവതാരികയായി എഴുതിയിട്ടുള്ള, അതായത് സമ്മതപത്രം നൽകിയിട്ടുള്ള ആളുകളാണ്. ഇതാണ് കഥ. ഇതാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന മാലി പറഞ്ഞത്. വല്ലേ നീലത്തിന്നും യദം കെട്ട് കൂപ്പുകിൽ നവലീ മുടിയും മുൻ ഹാദിറാകുന്നോവർ. പറഞ്ഞിങ്ങോട്ട് തീരാനാവില്ല, അപ്പോഴേക്ക് അവിടെ നിന്ന് ഹാദിറാവും. ഇനി കേട്ടോ, ഇതേ കഥ തന്നെ വേറെ റിപ്പോർട്ടുണ്ട്. കഥകളൊക്കെ പല റിപ്പോർട്ടാ, ഒക്കെ നുണയല്ലോ. പിന്നെ ആർക്കും എന്തുണ്ടാക്കിക്കൂടെ? വേറൊരു കിതാബുണ്ട്, കാര്യപ്പെട്ട കിതാബാ. നിങ്ങൾ വിചാരിക്കുന്നില്ല അതൊക്കെ വരും എവിടുന്നെങ്കിലും അല്ല, അതൊക്കെ കിതാബ് നിർത്തി തെളിവുണ്ട് ഞങ്ങൾക്ക്. എന്താ തെളിവ്? തഫ്രീഹുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്, മുഹീദ്ദീൻ ശൈഖിന്റെ പോരിശയിൽ പറയുന്നത്. അതിനാണ് നമ്മൾ മൊയ്തീന്മാരൊക്കെ വ്യാഖ്യാനം ചെയ്ത പൈസയൊക്കെ റഫറൻസിന് ഉപയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രന്ഥം. ആധികാരികത ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത്. ആ തഫ്രീഹുൽ ഖാത്തിർ എന്ന് പറയുന്ന അത് മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രാണയിലുള്ളത്.
ആ പുസ്തകത്തിന്റെ 43, 44 പേജിൽ ഒരു കഥയുണ്ട്. ആ കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്റെ പരിഭാഷ കേട്ടോളൂ. ഷെയ്ഖിന്റെ മുരീദുകളിൽ ഒരാൾ ഷെയ്ഖിന്റെ ദൃഢവിശ്വാസിയായിരുന്നു. ഈ വേറെ റിപ്പോർട്ടാണ്. ഖുത്ബിയത്തിന്റെ പരിഭാഷയിൽ കൊടുത്തതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഈ കഥ വേറൊരു നിലക്ക് അവതരിപ്പിക്കുക. ഷെയ്ഖിന്റെ മുരീദുകളിൽ ഒരാൾ ഷെയ്ഖിന്റെ ദൃഢവിശ്വാസിയായിരുന്നു. അദ്ദേഹം വാർദ്ധക്യം പ്രാപിച്ച് നശിക്കുന്നതും വിനയായി തീർന്നതും നിലനിൽക്കുവാനായി തീർന്നതും എല്ലാം ഷെയ്ഖിനോടുള്ള സ്നേഹത്തിലാണ്. അയാൾ മരണപ്പെട്ടപ്പോൾ അവർ അദ്ദേഹത്തെ മറമാടി. ഇനിയാണ് കഥ തുടങ്ങുന്നത് കേട്ടോ. അയാളുടെ അരികിൽ 2 മലക്കുകൾ ചോദിക്കാൻ വന്നു. അവർ രണ്ടുപേരും ചോദിച്ചു, നിന്റെ റബ്ബാരാണ്? നിന്റെ നബിയാരാണ്? നിന്റെ മതമേതാണ്? ആദ്യത്തേത് പൊന്നാനിക്കാരൻ എഴുതിയ പരിഭാഷയിൽ പറഞ്ഞത് ഇയാളൊന്നും മിണ്ടിയിലാണ്. ഇതിൽ പറഞ്ഞ ഇത്തിരി വ്യത്യാസമുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്റെ ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാദിറിനെ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. മൻ റബ്ബുക? എന്റെ ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാദിറിനെ അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. എത്ര ചോദിച്ചാലും ഉത്തരതാ. മലക്കുകൾ രണ്ടുപേരും അമ്പരന്നു പോയി. പടച്ചോൻ ഇതെന്ത്? അവർ അമ്പരന്നു പോയി. അവർ പറഞ്ഞു, നാഥാ, നിന്റെ അടിമയായി ഇന്ന വ്യക്തി ഇന്ന പ്രകാരം പറയുന്നു, കാര്യം നിനക്ക് ഏറ്റവും നന്നായി അറിയാമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരോടും അവനെ ശിക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. മലക്കുകൾ കബർന്ന് വിളിച്ച്, പടച്ചോനേതാ ഇപ്പൊ കൊടുക്കും ഞങ്ങൾ അടി. ഉത്തരം ആകെ കൃത്യട്ട ഉത്തരാ പറയണത്. എന്ത് വേണം? അള്ള പറഞ്ഞ് കൊടുക്കലാടി, അടി കൊടുക്കാൻ പറഞ്ഞു. അവനെ ശിക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ, തീരുമാനിച്ചുള്ള മലക്കുകൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ഷെയ്ഖ് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മൊയ്തി ഷെയ്ഖിനാണ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ എന്താ വിചാരിച്ചു? മൊയ്തി ഷെയ്ഖ് അവിടെ വന്ന് ഖബറിൽ വന്നിട്ട് പറഞ്ഞ്, അള്ളാഹുവിനെയോ മലക്കുകളെ സൂക്ഷിച്ചോ, അള്ളാഹുവിനെയോ റസൂലിനെയോ ഇസ്ലാം മതത്തെയോ അവന് അറിയില്ലെങ്കിൽ അവന് എന്നെ അറിയാം. കേട്ടോ, അവന് അള്ളാഹി റസൂലിനെ ഇസ്ലാം ദീനെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളെന്താ ശിക്ഷിക്കാൻ മനക്കില്ല? അവൻ എന്നെ അറിയാം. അതുപോലെ എന്നെ അറിയാം അവന്. എന്നെ അവൻ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവനോട് ചോദിച്ചതെല്ലാം എനിക്കറിയാം. ഞാനേറ്റടോ, ഉത്തരം എനിക്കറിയാം. എനിക്ക് വേണ്ടി നിങ്ങൾ അവനെ ശിക്ഷിക്കരുത്, ശിക്ഷിക്കാൻ പാടില്ല. മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു. വീണ്ടും സംശയം മലക്കുകൾ. നാഥാ, നിനക്ക് പ്രിയങ്കരനും നിന്നോടുള്ള സ്നേഹത്താൽ ഭ്രാന്ത് പിടിക്കപ്പെട്ടവനുമായി അൽ ഗൗസുൽ ആസം അസ്സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഇന്നിന്ന പ്രകാരം പറയുന്നത് നിനക്ക് നന്നായി അറിവുള്ളതാണല്ലോ. അപ്പോൾ അവനെ ശിക്ഷിക്കണമെന്നുള്ള കൽപ്പിച്ചു. കോടിക്കലാടി. പിന്നെയും പറഞ്ഞു കോടിക്കാടി. അവനെ ശിക്ഷിക്കാനൊരുങ്ങിയപ്പോൾ മലക്കുകളുടെ കയ്യിൽ നിന്നും ഷെയ്ഖ് ദണ്ട് പിടിച്ചെടുത്തു. എന്തൊരു പോക്കിരിത്തരായി കാണിക്കുന്നത്. ദണ്ട് കിട്ട് പിടിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവനെ തൊട്ടുപോകരുത്, അവനിലേക്ക് അടുത്തു പോകരുത്. എന്റെ ഉള്ളിലുള്ള പ്രേമാഗ്നി യാതൊന്നുമായും താരതമ്യപ്പെടുത്താവുന്നതല്ല. അല്ലാത്ത പക്ഷം ഞാൻ നരകത്തെയും സ്വർഗത്തെയും അതുമൂലം ചുട്ടു ചാമ്പലാക്കുമായിരുന്നു. ഞാനെന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂൽ മുമ്പ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടപ്പം ഞാൻ ഒന്നും മിണ്ടാത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഈ സ്വർഗത്തിൽ നരകത്തേക്ക് ചെയ്യും, ചുട്ടു ചാമ്പലാക്കും. അതാ ബൈത്തിൽ പറഞ്ഞത്. ഓർച്ചെന്ന ബൈത്തുണ്ട്. ആ ബൈത്തിൽ പറഞ്ഞു, വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖാ ലഅഗ്ലഖ്തു അബ്വാബൽ ജഹീമാ ബിനദ്റതി. മാലിയിലുള്ളതാണ്. ഫുയൂദാത്തുർ റബ്ബാനിയിലും അതേപോലെ തന്നെ അവർഷ് എന്ന ബൈത്തിലൊക്കെ ഉള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ മുമ്പ് ഇങ്ങനെ ഒരു സ്വർഗത്തിൽ നരകത്തിനെ പറ്റി പറഞ്ഞു പോയില്ലേ എന്നുള്ളത് കൊണ്ടാപ്പൊ ഞാൻ അങ്ങനെ ക്ഷമിക്കണത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഒരൊറ്റ നോട്ടം കൊണ്ട് സ്വർഗത്തിൽ നരകത്തേക്ക് ഞാൻ ചുട്ടു ചാമ്പലാക്കുന്നു. ഇതൊക്കെ ഒരു ഷെയ്ഖ് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുഹീദ്ദീൻ ഷെയ്ഖ് പറയില്ല. എന്നാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ആളുകൾ കെട്ടിണ്ടാക്കിയിട്ടുള്ളത്. കേട്ടോളൂ ഇനി ബാക്കി. ഞാൻ നരകത്തെയും സ്വർഗത്തെയും അതുമൂലം ചുട്ടു ചാമ്പലാക്കുമായിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ സുഖമോ നരകത്തിൽ ശിക്ഷയോ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോഴേക്കും അള്ളാഹുവിന്റെ വിളി വന്നു. അള്ളാഹു വിളിയില്ലേ, വിളിച്ചു പടച്ചോൻ, ഞാൻ അവന് മാപ്പ് നൽകിയിരിക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖേ, ഇനി വർത്താനം കൂടുതലാക്കണ്ട, ഞാൻ എന്റെ മുരീദിന് മാപ്പ് കൊടുത്തിരിക്കുന്നു. മലക്കുകളെ, നിങ്ങൾ രണ്ടുപേരും അവനെ ശിക്ഷിക്കരുത്. ഇത് ഷെയ്ഖിനോടുള്ള ആദരവത്രേ. തഫ്രീഹുൽ ഖാത്തിർ പേജ് 43, 44 എഴുതിക്കോളിയും. എവിടെ സെൻട്രൽ കാറ്റിംഗ് എഴുതി ചോദിച്ചോളി. മൗലമാരോട് ഇങ്ങനെ ഒരു കിതാബുണ്ടോ, ആ കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലോ സുനിതമായിട്ടൊന്ന് പുറത്താവോ അതോ അകത്താവോ സംശയമൊക്കെ ചോദിച്ചിട്ട് തീർത്തളി. അതെന്നെ ഇനി മാലയിൽ പറയണം. അതെന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാലയിൽ അതൊന്നും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ മാലയിലുണ്ടത്
ഇതിന്റെ പേജ് 8 പുതിയ മൊയ്തീമാല കേട്ടിട്ടുണ്ടാവുങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ കാര്യങ്ങൾ? ഇത് പാടുന്നവർക്ക് മാത്രമല്ല, ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചാൽ തന്നെ മതി. ഇതിങ്ങനെ വെച്ചാൽ തന്നെ മതി. അവിടെ ബർക്കത്ത് ഇങ്ങനെ ചരചരാന്നിങ്ങനെ ഇറങ്ങുന്ന അതിന്റെ ബർക്കത്തി പറഞ്ഞു കേട്ടോളി. അതിനുള്ള കറാമത്ത അതിന്റെ 8ാമത്തെ പേജ്. നിലവേരിൽ ഏറ്റം പീരീശം വെച്ചുള്ളൊരു ദോഷി മരിച്ചപ്പോൾ മുൻകറുവാന കീറ് ചോദ്യം ചെയ്താരേ മുഹീദ്ദീൻ ശൈഖെന്ന് ശരിയായിട്ടുത്തീരം ചൊല്ലിയിടയെന്നോവർ കഹരറുകൾ രണ്ടും താ അജ്ജബായി അവാട് കേട്ടങ്ങീത് എന്തൊരു അതിർപ്പം പേരിയോരേ പിരിശം എൻ ഗൗസീനെ ബെച്ചതാലോൻ ചെയ്തേ പാവം പൊറുത്തല്ലാ എന്ന് നാവിണ്ടോവർ. അതിന്റെ ചുരുക്കാപ്പ് ഞാൻ ആ വരിഭാഷ പറഞ്ഞത് കണ്ടോ. ഇതിന്റെ 8ാമത്തെ പേജ് ഇങ്ങനെ നോക്കിയാൽ ഒരു വരിയെങ്കിലും അതിലിങ്ങനെ കണ്ടോട്ടെ. ആ വീഡിയോയിൽ ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾക്കില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. കുറച്ചെങ്കിലും ഒരു തിരിയെങ്കിലും 2 വരിയെങ്കിലും ഒന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണിപ്പോ ഖബറിന് മുൻകർ നക്കീറിനേറ്റൊക്കെ ആകെ പുതിയും വലിയാക്കി ദണ്ടൊക്കെ പിടിച്ചു വാങ്ങി എന്നാ പറയുന്നത്. നോക്കി സഹോദരന്മാരെ, ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കളിക്കാനുള്ള സ്ഥല. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മൂമിനിന്റെ അവസ്ഥ എന്താ? കാഫിറിന്റെ അവസ്ഥ എന്താ? ഫാസിക്കിന്റെ അവസ്ഥ എന്താ? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ പറയേണ്ടത് റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയും. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മലക്കുകൾ ചോദിക്കുമ്പോ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ അവർ പറയും, പടച്ചോനെ ആ പ്രവാചകനെ ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാണ്, അദ്ദേഹത്തെ നീ ഞങ്ങളിലേക്ക് പ്രവാചകനായി അയച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റിയിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ടെന്ന് മുഅ്മിന് പറയുമ്പോ മലക്കുകൾ അവനോട് പറയും, ഉറങ്ങിക്കോ, നല്ല നിലക്ക് സുഖസുന്ദരമായ ഉറക്കുറങ്ങിക്കോ, നിനക്കിതാ കിട്ടാനുള്ള സ്വർഗലോകത്തെപ്പറ്റി സന്തോഷ വാർത്ത ഇതാ നിന്നെ അറിയിക്കുന്നെന്ന് പറയും. അതേപോലെ തന്നെ മറ്റവനാണെങ്കിലോ കാഫിറാണെങ്കിലോ അവനെന്താ മറുപടി? ലാദിരി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദീനിനെ പറ്റി ചോദിക്കുമ്പോ, റബ്ബിനെ പറ്റി ചോദിക്കുമ്പോ, റസൂലുള്ളാഹിനെ പറ്റി ചോദിക്കുമ്പോ, റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസാദർശത്തിൽ ജീവിക്കാത്ത മഠയന്മാരില്ലേ, അവരതാ റബ്ബിന്റെ മുമ്പിൽ മലക്കുകളുടെ മുമ്പിൽ വെച്ച് ചൂളുന്നു, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കരഞ്ഞട്ടഹസിക്കുമ്പോൾ ശക്തമായ മർദ്ദനങ്ങളാണ് അവർക്ക് അവിടെ കിട്ടുന്നതെന്ന് ഹദീസുകളിലുണ്ട്. ഇത് രണ്ടിലും പെടാത്ത പുതിയതൊന്നും ആർക്ക് പരിചയപ്പെടുത്താനാണ് ഇത് പരിചയപ്പെടുത്തിയത്? ഇതൊക്കെ കറാമത്തുകൾ മൊയ്‌ദീൻ ശൈഖിനെ ആദരിക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയ കഥകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വായിച്ചത് വെറുതെ പറഞ്ഞതല്ല. ഈ മാലിനെപ്പറ്റി ഇതിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തതെന്താ? പല ബർക്കത്തുകളും ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും സ്ഥലങ്ങളിലാണ്. ഈ തെറ്റി വായിച്ചു പറയണ്ട, മൗലവിയോടെ തെറ്റി വായിച്ചു പറയണ്ട, ശരിക്കും വായിച്ചരാം. ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും സ്ഥലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ഒരു സംശയമില്ല, അതിങ്ങനെ വെച്ചാൽ തന്നെ മതി. നോക്കിങ്ങൾ, ഇതിലേക്കാണ് ജനങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്മാർ. അപ്പൊ ഈ കറാമത്ത് ഒരു കാര്യമായ കറാമത്താര് പറഞ്ഞ് വിശ്വസിക്കണോ? നിങ്ങൾ തീരുമാനിച്ചു. ഇനി വേറൊരു കറാമത്ത് കേട്ടോ, മുഹീദ്ദീൻ ശൈഖിനെ പറ്റി. മുഹീദ്ദീൻ ശൈഖ് സാധാരണയായിട്ട് എന്താ നമ്മളൊക്കെ പറയാറുള്ളത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുക എന്നൊരു മുഅ്ജിസത്ത് അല്ലാഹു ഈസാ നബിയിലൂടെ വെളിക്കൊണ്ടുവന്നിട്ടുണ്ട്, ഖുർആനിലുണ്ട്. അവിടെ ഈസാ നബി പോലും എന്താ പറഞ്ഞത്? വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി ഒന്ന് പ്രകാരം ഞാനിതാ മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു തരാം. ഇതാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അല്ലേ? മരിച്ചവരെ ജീവിപ്പിക്കാൻ അല്ലാഹുവിന്റെ അനുമതി വേണം. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും നടക്കൂല. ഇതല്ലേ എന്നാ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എഴുതിയെന്താ? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, അള്ളാഹുടെ അനുമതി, എന്റെ അനുമതിയോടുകൂടെ ഹയാത്താക്കിയിട്ടുണ്ട് ഞാനിതാ, എന്റെ അനുമതിയോടുകൂടി. ഇപ്പൊ ഇതിനീന്നാ പറഞ്ഞത്, എന്റെ അനുവാദപ്രകാരം മയ്യിത്തെ എഴുന്നേറ്റ്. ഇത് ഒരു മാസികയിൽ നിന്ന് എടുത്ത ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്റെ ഹെഡിങ് ജീലാനിയും പാതിരിയും എന്നാണ്. ജീലാനിയും പാതിരിയും. ആദ്യം തന്നെ കൊല്ലവും ലക്കവും ഒക്കെ മാസികക്ക് ഓർമ്മച്ചോളി. സുന്നത്ത് മാസിക 1987 ഡിസംബർ ലക്കം, പുസ്തകം 10, ലക്കം 10, പേജ് 12. കേട്ടോളി. ജീലാനിയും പാതിരിയും ഒരു പെട്ടിക്കോളത്തിൽ വന്ന ന്യൂസാണ്. ഒരു ക്രിസ്തീയ പാതിരി ഒരിക്കൽ ശൈഖ് ജീലാനിയുടെ സമീപത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു: ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനുമായ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. കാരണം അദ്ദേഹം മരിച്ചയാളിനെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടില്ല.
ഷെയ്ഖ് ജീലാനി തന്റെ കൂർമ്മമായ ബുദ്ധി കൊണ്ട് തിരിച്ചടിച്ചു. ലോകത്തെ അത്യുത്തമ മനുഷ്യനായ അന്ത്യപ്രവാചകന്റെ പ്രസക്തി വ്യക്തമാക്കൽ ഏതു നിലക്കും ജീലാനിക്ക് ഇവിടെ അത്യാവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈസാ നബി അങ്ങനെ നിർവഹിച്ചത് ലോക സംരക്ഷകനായ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണല്ലോ. ഈസാ നബി അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലേ? എങ്കിൽ ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി പ്രകാരം മരണപ്പെട്ടവനെ ജീവിപ്പിച്ചാൽ ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഉന്നത മനുഷ്യനെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ഈലാനി ചോദിച്ചു. കേട്ടോ, നിങ്ങളെ ഈസാ നബി അള്ളാഹുവിന്റെ അനുവാദപ്രകാരമല്ലേ മരിച്ചവരെ ജീവിപ്പിച്ചത്? ഞാൻ എന്റെ അനുവാദപ്രകാരം, അള്ളാഹുവിന്റെ അനുവാദമൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ഒറ്റക്ക് ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ എന്നെ അംഗീകരിക്കുമോ? ഇതാ ചോദ്യം. ചോദിക്കാൻ പാടുന്നത് പാടില്ല. പക്ഷെ പാടില്ലാത്തയല്ലേ മാലിലും മുഴുവനുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്ഭുതമല്ല കേട്ടോ. പാതിരി സമ്മതിച്ചു. അവർ ദൗത്യ നിർവഹണത്തിന് ശ്മശാന ഭൂമിയിലേക്ക് നടന്നു നീങ്ങി. പള്ളിക്കാട്ടിൽ പോയി. ശ്മശാന ഭൂമിയിൽ നിന്ന് ജീലാനി ചോദിച്ചു, ആരെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത്? ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ നാമവും അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലവും പാതിരി കാണിച്ചു കൊടുത്തു. പാതിരി കാണിച്ചു കൊടുത്തു, ആ പഴയ കബറിൽ കൊണ്ടിട്ട് അയാളെ നീപ്പിക്കണമെന്ന്. ഉടനെ ജീലാനി പറഞ്ഞു, യാ ഫുലാൻ ഖും ബിഇദ്നി, അല്ലയോ മനുഷ്യ എഴുന്നേൽക്ക്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ല, എനിക്കൊന്നും വേണ്ട, എന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്ക്. ഈസാ നബിയുടെ മുഴുവത്തായിട്ട് അള്ളാഹ് പറഞ്ഞെന്താ? വഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി ഒന്നുകൊണ്ട് മാത്രം ഞാനിതാ മരിച്ചവർ ഹയാത്താക്കി കാണിച്ചു തരാം. മുഹീദ്ദീൻ ശൈഖ് എന്ത് പറയുന്നു? ശൈഖ് പറഞ്ഞിട്ടില്ല, ശൈഖിനെ പറ്റി പറഞ്ഞു എന്നതാ അനുയായികൾ പ്രചരിപ്പിക്കുന്നു. എന്ത്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു അത്രേ, യാ ഫുലാൻ ഖും ബിഇദ്നി, അല്ലയോ മനുഷ്യ എന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്ക്. തൽക്ഷണം ഖബർ പൊട്ടിപ്പിളർന്നു. അകത്തുള്ളവൻ ജീലാനിക്ക് നേരെ വന്നു. പാതിരിക്ക് യാഥാർത്ഥ്യം ഗ്രാഹ്യമായതിനാൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയുടെ പദവിയും സ്ഥാനവും അദ്ദേഹം അംഗീകരിച്ചു. ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട വ്യക്തിയെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മടക്കി. ജീലാനിയുടെ അത്ഭുത സിദ്ധികളിൽ ഒന്നായിരുന്നു ഈ അനുപമ സംഭവം. കണ്ടോ, വലിയ കറാമത്തായിരുന്നു. പാതിരിനോട് തർക്കിച്ച, നിങ്ങളെ ഈസാ നബി സ്വന്തം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ച് ഞാൻ എന്റെ അനുമതി പ്രകാരം ജീവിപ്പിക്കാൻ തരാം എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി. ഇത് സുന്നത്ത് മാസിക 987 ഡിസംബർ പുസ്തകം 10 ലക്കം 10 പേജ് 12 എടുത്താണ്. സംശയമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഒരു കറാമത്ത്. ഈ കറാമത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കറാമത്തല്ല. അതുകൊണ്ടാണ് ഈ പൊള്ളയായ കറാമത്തുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു. നീ വേറൊന്ന് കേട്ടോ, ഇഫായി മാലുണ്ട്. മൊയ്തീൻ മാലിന് തൽക്കാലം കണ്ട് പൂരണിയാണ് റിഫായി മാല. റിഫായി ശൈഖ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കറാമത്തുള്ള ആളാണ്. ആ റിഫായി ശൈഖിന്റെ വലിയ കറാമത്ത് എന്താ? മൂപ്പരൊക്കെ കഅബ തവാഫ് ചെയ്യാൻ പോയി. കഅബ തവാഫ് ചെയ്യാൻ പോയപ്പോ ആകപ്പാട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് മൂപ്പര് പോയത്. മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളിൽ വിധി വേണ്ടെന്ന് ചൊന്നോവർ. ഉടനെ റഫായി മാദിലിൽ കൂളത്തിയ അപ്പോൾ കഅബം തവാഫെന്ന് ചൊന്നോവർ. ഇളകി കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റഫായി എന്നല്ലാഹ് വിളിച്ചോവർ. ഏഴാകാശം വാതിലൊക്കെ തുറന്നു പോയി ഇളകി മലക്കുകൾ ഒക്കെ വിളിച്ചോവർ. ഇത് 333 മൗലിദ് കിതാബാണ്. ഇതിൽ 562 പേജിൽ നിന്നാണ് ഇപ്പൊ പാടിയത്. 562 പേജിൽ കാര്യമായിട്ട് പറയുന്നത് മുഹീദ്ദീൻ ശൈഖ് റിഫായി ശൈഖ് കഅബനെ തവാഫ് ചെയ്യാൻ ചെന്നപ്പോ സാധാരണ മുസ്ലിമീങ്ങളൊക്കെ ഈ ശരിയായ ഇഖ്ലാസും ഭക്തിയോടുകൂടെ പോലും ശൈഖ് അവിടെ ചെന്നതിന് മുട്ടും വാർത്തീനൊക്കെ ആയിട്ടാണ് പോയതെന്ന. ഇപ്പൊ തുടി മുട്ടിയിട്ടാ പോണത്. തുടി ഇങ്ങനെ മുട്ടിയിട്ട് തവാഫ് ചെയ്യുമ്പോ മക്കികൾ പറഞ്ഞു, മക്കാര് പറഞ്ഞു, ഇവിടെ ഇപ്പണി വേണ്ട, അത് വേറെ ആർക്കൊക്കെ പോയി ചെയ്തോളി, ഇവിടെ ഈ പണി വെച്ചൂലെന്ന് പറഞ്ഞു. ഉടനെ റഫായിക്ക് ദേഷ്യം പിടിച്ചു എന്നാണ്. ആ തുടി അവിടെ കഅബമ്മലാണ് കൊളത്തിട്ടു. അപ്പൊ അതിന് ആണിണ്ടോ എന്നൊന്നും ചോദിക്കരുത്. കൊളത്തിടാൻ ആണിണ്ടോ അങ്ങനോട് ചോദിക്കണ്ട, ഇതിലെന്താ പറയാ. ഉടനെ റഫായി മാദിലിൽ കൂളത്തിയാർ അപ്പോളേ കഅബം തവാഫെന്ന് ചൊന്നോവർ. കണ്ടോ, കഅബനോട് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കാം, ഇങ്ങോട്ട് ചുറ്റ്. റിഫായി ശൈഖ് അവിടെ നിർത്തും. അവിടെ നിന്നോടുത്തു മാത്രമല്ല, ഉടനെ ആജ്ഞ അനുസരിച്ചില്ലേ കഅബ ശരീഫ്. ഇളകി കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റഫായി എന്നല്ലാഹ് വിളിച്ചോവർ.
അള്ളടക്കം ബേജാറായിന്നാ റിഫായി പരിപാടി നിർത്താം. എത്ര മനുഷ്യന്മാരും ഇവിടെ തവാഫ് ചെയ്യാൻ കാത്തിക്കുന്നു. റിഫായിക്ക് അവിടെ അങ്ങനെ നിന്ന് കഅബ മൂപ്പർ എങ്ങോട്ട് ഇങ്ങനെ എന്താ കറാമത്തിന്റെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. തീർന്നില്ല. മറ്റേ ഈ ഹൈന്ദവ ഇതിഹാസങ്ങളിലും കഥകളിലൊക്കെ പറയും പോലെ മാലാഖമാർ അത്ഭുതത്തോടുകൂടി എത്തി നോക്കിയെന്നാണ്. അതാണ് ഏഴാകാശം വാതിയിലൊക്കെ തുറന്നു പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. പ്ലീസ് റിഫായി ഒന്ന് നിർത്തണേ. ഞാൻ നിർത്തിത്തരാറുണ്ട് അവിടെ നിൽക്കും കഅബ അവിടെ നിന്ന്. അതാ കറാമത്ത്. കഅബ അവിടുന്നാണ്ട് ഇളകി. അവിടെ ആ കൊല്ലം അവിടെ തവാഫിന് വന്നിട്ടുള്ള മനുഷ്യന്മാരൊക്കെ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഈ രംഗം കണ്ടാകെ പകച്ചിട്ടുണ്ടാവില്ലേ? തന്നെയുള്ളവരെന്താ പറയുന്നവര്? ഔലിയാക്കന്മാരൊക്കെ കഅബനെ അങ്ങോട്ട് പോയി തവാഫ് ചെയ്യേണ്ട കാര്യമൊന്നും പലപ്പോഴും വരാറില്ല. പലപ്പോഴും വരാറില്ല. എന്താ? ഇവരെ തെരഞ്ഞ് കഅബ അങ്ങോട്ട് പോകുമല്ലോ. കഅബാനെ ചുറ്റുവോർ കുത്തുബാണതെല്ലാരും. കഅബാനെ എല്ലാ കുത്തുബുമാരും അങ്ങോട്ട് ചെന്ന് ചുറ്റല. മൂപ്പരങ്ങോട്ട് വന്ന് ചുറ്റലാണ്. കഅബ ഔലിയാക്കന്മാരെ തെരഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വരാൻ സൗകര്യമില്ലാത്തവർക്ക് അങ്ങോട്ട് പോയി കൊടുക്കുന്ന ചുറ്റിക്കോന്ന് പറഞ്ഞിട്ട്. 97 കഴിഞ്ഞ കൊല്ലം ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ നാട്ടിൽ വന്നിട്ട് പേരോടദ്രാമ സക്കാഫിയറിന്റെ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അയാൾ പ്രസംഗിച്ചിട്ട് അയാൾ കാര്യമായിട്ട് പറഞ്ഞത് ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ വേണ്ടി സിയാറത്ത് ചെയ്യാൻ വേണ്ടി കഅബ അങ്ങോട്ട് പോകും. അപ്പൊ മുജാഹിദ് മൗലവിമാർക്കൊരു സംശയം, ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അപ്പൊ മുജാഹിദ് മൗലവിമാർക്കൊരു സംശയം ഉണ്ടാവും. എന്താ? കഅബ അങ്ങോട്ട് പോയാ പിന്നെ എങ്ങനെ തിരിഞ്ഞിട്ട് നമസ്കരിക്കാം? അതിനും സുദൃ ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് മറുപടി ഉണ്ട്. കറണ്ട് മൂപ്പരും മറുപടി വായി. എന്താ മറുപടി? മറുപടി എന്താ? കഅബ ആദ്യം നിന്നോടത്ത് തന്നെ തിരിഞ്ഞാൽ മതി. അപ്പൊ പൊട്ടം പറയണം. കഅബ ആദ്യം നിന്നോടത്ത് തന്നെ തിരിഞ്ഞാൽ മതി. ഞാൻ ഇവൻ ഉറപ്പാ എന്ത് ഇത് ഏതായാലും നടക്കണമല്ല. പിന്നെന്ത് ചെയ്യാൻ? നിസ്കരിക്കണോന്റെ നിസ്കാരയിലും വസാദാകാൻ 10 കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം നിന്നോടത്ത് എന്നാണ് തിരിഞ്ഞളാം. ആ പ്രസംഗം ചോദിച്ചോ. ഇങ്ങനെ ഒരു വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? പുലാമന്തോൾ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചതാ. എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് പുലാമന്തോൾ. അവിടെ 997 മുമ്പ് പ്രസംഗിച്ചതാണ്. സിയാറത്ത് ചെയ്യാൻ വേണ്ടി കഅബ അങ്ങോട്ട് പോകുന്നു. അപ്പൊ കഅബ സ്ഥലത്തുനിന്ന് പോകുമ്പോൾ ബേജാറാവൊന്നും വേണ്ട, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. പക്ഷെ വേറൊരു കാര്യത്തിന് മുമ്പ് ഉത്തരം പറഞ്ഞില്ല. അവിടെ ഹജ്ജിന് ഇത്രയും പണം മുടക്കിയിട്ട് എല്ലാ പ്രയാസവും കഴിച്ച് അവിടെ എത്തിയ മനുഷ്യന്മാരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? കഅബനെ എങ്ങനെ കാത്തിയത് വരുന്നുണ്ടോ നോക്കിയിട്ട് എപ്പോഴാ ഒരു വരിക? കാരണം മൂപ്പരെ സന്ദർശിക്കാൻ വന്നൊക്കെയല്ലേ. മൂപ്പര് അന്നോടെ പ്രസംഗിച്ചെന്ത് കാര്യമായിട്ട്? ഞാൻ വലിയ ഔലിയാണ് സാർ, എന്റെ കറാമത്തോട് ഞാൻ നിങ്ങൾക്ക് 10 കോടി തരുന്നു, ഞാൻ ഔലിയാണ്. എന്താ കാശൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു മൂപ്പര് വിശദീകരിക്കും. ഓരോരുത്തരും അവനാന്റെ വലിപ്പം മനസ്സിലാക്കിയിരിക്കുന്ന കുഴപ്പമില്ല. മൂപ്പരെ കറാമത്ത് പ്രസംഗിക്കണം. കുറ്റിയാടിക്കടുത്തൊരു ക്ലിനിക്കിൽ മൂപ്പര് പോയി കുത്തുന്നല്ലോ ഒരു 10 മിനിറ്റ് നേരം ഒറ്റ ദ്വായാണ്. 10 മിനിറ്റ് ഞാനവിടെ ഇരുന്നൊന്ന് ദ്വാ ചെയ്തപ്പോഴേക്ക് അവിടുത്തെ കലക്ഷൻ സുബ്ഹാനല്ലാഹ് 1000 കവിഞ്ഞു എന്നാ പ്രസംഗിച്ച്. ഇയാൾ എന്തിനായിരിക്കും പ്രസംഗിച്ചിട്ടുണ്ട്? എന്തായിരിക്കും ഇയാൾ ദ്വാരന്നിട്ടുണ്ടാവുക? റഹ്മാനായ റബ്ബേ, കുറ്റിയാടിയുടെ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്ക് രോഗം ഏറ്റി കൊടുക്കണേ. അല്ലേ ക്ലിനിക്കിൽ കലക്ഷൻ കൂടണേ. പിന്നെ വേറെന്താ വേർക്കണ്ട്? ക്ലിനിക്കിൽ കലക്ഷൻ കൂടണമെങ്കിൽ അത് വേർക്കണ്ടേ? അതൊരു ചായപ്പുഴ ആൾക്കാർ വന്ന് തിന്നു പോണേ വേർക്കാൻ അല്ല. അതാ കറാമത്ത്. അമ്മൂപ്പര് പറയാനത് കഅബ നമ്മളെ തവാഫ് ചെയ്യാനൊക്കെ കഅബ അങ്ങോട്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഔലിയാക്കന്മാരെ തെരഞ്ഞു പോകുമ്പോൾ എങ്ങട്ടാ തിരിഞ്ഞു നിസ്കരിക്കാന്ന് മുജാഹിദ് മൗലവിമാർക്കൊരു സംശയം. അപ്പൊ പറയണം അങ്ങോട്ട് തന്നെ തിരിഞ്ഞാ മതി. ഹജ്ജിന് പോയാൽ മനുഷ്യന്മാരൊക്കെ നമ്മളന്ന് മറുപടി പ്രസംഗം സംഘടിപ്പിച്ചപ്പോ നമ്മളവിടുന്ന് പറഞ്ഞ് എല്ലാവരും കത്തേരിക്കോളി, ഹജ്ജിന് പോകണോലൊക്കെ കത്തേരിക്കോളും. ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിച്ചോളി. എന്ത് ഉറപ്പില്ല, പോയി നോക്കി കഅബ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ അങ്ങോട്ട് മർക്കസ് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങോട്ട് ബഗ്ദാദ് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ എവിടെയും പോയിട്ടുണ്ടാവും. ഉറപ്പില്ല. അതവരെ വിശ്വാസം. കണ്ടോ? ഇനിയും കേട്ടോ, ഇനിയും കറാമത്ത്. റിഫായി ശൈഖിന്റെ കാര്യമായ വലിയൊരു കറാമത്ത് എന്താ? റിഫായി ശൈഖിനെ ഗർഭം ധരിച്ചിരിക്കട്ടെ. അതും റിഫായിമാരിലുള്ളതാണ്. നമ്മൾ ഈ കളവ് പറയണം നുണ പറയണമെന്നൊന്നും ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിഫായിമാരെങ്ങനെതാ. ഇതിന്റെ തുടക്കത്തിൽ തന്നെ മാലിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ഏതാണ്ട് ഒരു 4-5-6 വരികൾ കഴിഞ്ഞാൽ മതി. പേജ് 556. ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ള തായാറീതാരെന്ന് ചൊന്നോവർ. മകനോ മകളൊന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. അല്ലാ കബീറെന്നവരെ വിളിച്ചാരെ ഉലകർ പേരിപ്പമായെന്നും വിളിപ്പോവർ. അടിമാ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട്
അള്ളാടെ ഏകൽ കേട്ടാരേ മോശിന്തോവർ സുവർഗം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ അവർക്കന്ന് 4 സുവർഗം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. റിഫായി ശേഖിന്റെ ഉമ്മ റിഫായി ശേഖിനെ ഗർഭം തിരിച്ച് മാസം 6 ആയിട്ടുള്ളൂ. വയറ്റത്തിങ്ങനെ തട്ടിച്ച് വെച്ചു. ആരാ ഉള്ളില്? ഉടനെ മറുപടിയിൽ ഞാൻ അഹ്മദുൽ കബീറാണ്. മകനാർ അഹ്മദുൽ കബീർ റിഫായി, ഞാൻ അഹ്മദുൽ കബീർ റിഫായിയ. കേൾക്കുമ്പോ ആർക്കും വിഷമം തോന്നണ്ട. റിഫായി ശേഖിനെ തെറിവരെ ഇയാൾ നിന്ന് അല്ല ധൈര്യത്തോട് ചോദിച്ചു നോക്കി ആരാ തെറിവരയില് വരെപ്പറ്റി ഇങ്ങനെ നോണ ചെയ്ത അത് നമ്മൾ വിശ്വസിക്കണം. അതിലാ ചോദിക്കുന്നത് ആരാ? ഞാൻ റിഫായിയാണ്, അഹ്മദുൽ കബീറാണ്. ആയിക്കോട്ടെ. മകനോ മകളോ എന്ന് ചോദിച്ചു. ഞാൻ മകനാണ്. ആയിക്കോട്ടെ. അങ്ങനെ പ്രസവത്തിന്റെ സമയപ്പോ അടിമ ദുനിയാവിൽ ഇറങ്ങാനായിട്ട് അള്ളാടെ ഏകലുണ്ടായപ്പോ അള്ള പറഞ്ഞു ഇറങ്ങിക്കോ റിഫായി. ഏയ് ഇവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹ. എന്താ ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡ് അംഗീകരിച്ചാലേ ഞാൻ പുറത്തു വരൂ. സുബർക്കം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ മോവർ. സ്വർഗ്ഗം തരോ? എനിക്ക് മാത്രമല്ല എന്റെ വയ്യാൽ തുറന്ന മുരീതന്മാർക്കൊക്കെ എപ്പോഴും ഉറപ്പ് തരണം. ഞാൻ ഇറങ്ങാം. അവർക്കന്ന് 4 സുബർക്കം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. 1 അല്ല 2 അല്ല 3 അല്ല 4 സ്വർഗം തര റിഫായി. എന്നാലും അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇറങ്ങ്. 4 എണ്ണം കൊടുത്തു. ആ കൊടുത്ത 4 സ്വർഗത്തിന്റെ പേരും കേട്ടോ. എന്താണ് ആ സ്വർഗത്തിന്റെ പേര്? മഅ്വാ അദ്ലിനും ഫിർദൗസ് ഖുൽദിനും ജന്നത്തുൽ മഅ്വാ, ജന്നത്തുൽ അദൻ, ജന്നത്തുൽ ഖുൽദ്, ജന്നത്തുൽ ഫിർദൗസ്. 4 എണ്ണം. ഇങ്ങനെ ഈ 4 സ്വർഗം കിട്ടിയില്ല അവരെ ഇറങ്ങി. അങ്ങനെ ഈ സ്വർഗം എന്ത് ചെയ്തു? ഇനി ഔലിയാക്കന്മാരെ ചീത്ത പറയുന്ന ആരാ നോക്കോ. സത്യവിശ്വാസികളെ പറ്റിയൊക്കെ അള്ള പറഞ്ഞെന്താ? സത്യവിശ്വാസികൾ ദുനിയാവ് വിറ്റ് പരലോകം വാങ്ങുന്ന, ദുനിയാവിലുള്ള വില പിടിച്ച സാധനങ്ങളൊക്കെ വിറ്റിട്ട് കൊടുത്തിട്ടും ആഖിറത്തിലെ സ്വർഗം അവർ വാങ്ങുന്നതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി അള്ള ഖുർആനിൽ പറഞ്ഞത്. മാലക്കാരൻ പറയുന്നതോ നേരെ എതിരാ. കേട്ടോളി. എന്താ കഥ? മൂപ്പരിങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോ വൈക്കത്തിയപ്പോ ഒരു തോട്ടം കണ്ടു. ഒരു തോട്ടം, നല്ല കാണാൻ ഓർക്കുള്ള ഒരു തോട്ടം കണ്ടപ്പോ റിഫായി ശേഖരൻ ഇത് അങ്ങോട്ട് വാങ്ങിയാലോ. അപ്പൊ അതിന്റെ മുതലാളി തന്നെ ആരാ മുതലാളി? അപ്പൊ പേരുണ്ട് ഇസ്മായിലാക്ക്. അപ്പൊ ഇസ്മായിൽ എന്ന ആളെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, ഇസ്മായിലെന്നോരിൽ ചോദിച്ചോരു തോപ്പ് ആയേ വിലക്ക് താരുമോന്ന് ചൊന്നോവർ ദുനിയാവിലുള്ള മുതലൊന്നും വേണ്ടാന്ന് ദുഷ്ടമായി 4 സ്വർഗം കൊടുത്തോവർ. ഇസ്മായിലാക്കാനോട് ചോദിച്ചു തോട്ടം തരണോ? ദുനിയാവിലുള്ള ഒറ്റ മുതലും ഞാനിത് വിൽക്കൂല. ഞാൻ പേടിക്കണ്ടോ? എന്റെ വണ്ടി കിട്ടിയ 4 എണ്ണം ഞാൻ വിളിച്ചോ. 4 സ്വർഗത്തിനാണ് വിറ്റിട്ട് ദുനിയാവിലെ ഇസ്മായിലാക്കാന്റെ ഒരു തോട്ടം കണ്ട് വാങ്ങി. ഇസ്മായിലാക്കാന്റെ തോട്ടത്തിന്റെ ഒരു വിലയും അവാടെ 4 സ്വർഗത്തിന്റെ ഒരു വിലക്കുറവ്. നിങ്ങൾ പകരത്തിന് പകരം എന്താ കൊടുത്തത്? എന്നിട്ടോ ഇത് കരാർ എഴുതണ്ട. ഇസ്മായിലാക്ക പറഞ്ഞു വെറുതെ പറഞ്ഞാ പോരാ, കരാർ എഴുതണം പറഞ്ഞു. കരാർ എഴുതിയിട്ട് എന്ത് പറഞ്ഞു വന്നോ? മഅ്വാഅദിനും ഫിർദൗസി ഖുൽദിനും മർഹത്തവർക്കന്ന് കുദ്റത്താൽ വന്നോവർ. 4 സ്വർഗത്തിന്റെ തീരാധാരാണ് കൊടുത്തു ഇസ്മായിലാക്കാന്റെ കയ്യിൽ. ഇസ്മായിലാക്കാരുടെ മക്കളോട് മക്കളെ ഞാൻ മരിച്ചാൽ ഇതിന്റെ കഫംപുടവിൽ ഇത് വെക്കണം എന്ന് പറഞ്ഞു ഈ ആധാരം. കാരണം അവിടെ എത്തിയിട്ട് എനിക്ക് ഒരു മറുപടി ആക്കണേ. ഇസ്മായിലാക്ക മരിച്ച് അദ്ദേഹത്തിന്റെ കഫംപുടവിയിൽ ഈ ആധാരം വെച്ച് മറമാടി. പിറ്റേ ദിവസം മക്കൾ വാപ്പന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി നോക്കുമ്പോ അതാ സുബ്ഹാനല്ലാഹ് എന്താ കണ്ടതെന്നോ? മാനീതം കത്ത് കാബറിൻ പുറത്തിന്ന് മക്കളെടുത്തോലി കയ്യിൽ കൊടുത്തോവർ. റിഫായി താങ്ക് യു, ഇതാ മറുപടി ഇതാ നൽകിയിരിക്കുന്നു. എന്താ ഇസ്മായിലാക്ക അവിടുന്ന് അയച്ച മറുപടിയാ. കുട്ടികൾ രാവിലെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി നോക്കുമ്പോ ഖബറിന്റെ പുറത്തുണ്ടൊരു കടലാസ് എടുത്ത് വായിച്ചു നോക്കിയപ്പോ താങ്ക് യു ഫോർ റിഫായി, റിഫായിക്ക് നന്ദി. എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല 4 സ്വർഗല്ലേ, അതെനിക്കിവിടെ കിട്ടിപ്പോരിച്ചിരിക്കുന്നു, നന്ദി 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 കത്ത. അതാണ് വന്നിരിക്കുന്നത്. റിഫായിമാരിലുള്ളതാണ്. ഇതാണ് കറാമത്ത്. സ്വർഗം ഒരു വിലയില്ല. അമ്മാനാടല്ലേ സ്വർഗം കൊണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പോരെ പിന്നീട് 6 പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായ
സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 10 ആള് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ടവരവിടെ ചെവി കൊണ്ട് കേട്ടതാ. എന്നിട്ടോ ആ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ പൊട്ടിക്കരയുമ്പോ മോന് ചോദിക്കുന്നു, വാപ്പ എന്തിനാ കരയുന്നത്? ഉമർ ഖത്താബിന്റെ മറുപടി, മോനെ, ദുനിയാവിലുള്ള ഒരൊറ്റ പ്രശ്നവും ആലോചിച്ചിട്ടല്ല വാപ്പക്ക് ഇപ്പോഴുള്ള വിഷമം. ആകാശ ലോകത്ത് നടക്കുന്ന തീരുമാനങ്ങളൊന്നും ഉമറിനറിയില്ലല്ലോ. മരിച്ചവന്റെ മുമ്പിൽ എത്തിയാൽ ഈ ഉമറിനെ, സാധുവായ ഉമറിനെ സ്വർഗത്തിലേക്കാണോ റബ്ബ് കൊണ്ടുപോവുക, അതോ നരകത്തിലേക്കായിരിക്കുമോ? ഇതാ സ്വഹാബത്തിന്റെ പേടി. അതാ ഉലിയാക്കന്മാര്. ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റാ, ഇത് പ്രചരിപ്പിച്ചതാണ്, ഇത് ഈ കള്ളത്തരങ്ങളാണ്. ഇതിനാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്നത്. എന്താ വ്യാഖ്യാനം കേട്ടോളികൾ? നേരത്തെ പറഞ്ഞ അതേ സഖാഫി ചരിത്രം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് മുപ്പത് വരെയാണ്. മൗലൈമാർക്ക് ഇത് കേൾക്കുമ്പോ ബേജാറാണ്. ബേജാറുണ്ടാവില്ല? 4 ഇവിടെ മേടിച്ചിട്ട് അത് ഇവിടെ വിറ്റില്ലേ, ഇനി അവിടെ ചെന്നാ എന്താ കിട്ടുക? ബേജാറുണ്ടാവില്ലേ? അപ്പൊ എന്നിട്ട് എന്താ കാര്യമായിട്ട് പറയുന്നത്? അത് സ്വർഗം ചോദിക്കാൻ പറ്റുമോ? സ്വർഗം ചോദിക്കാൻ മുജാഹിദേ, റസൂലുള്ളാഹിനോട് തന്നെ നേരിട്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, നബി കൊടുത്തിട്ടുണ്ട്. അതാണ് കഥ. നബിനോട് തന്നെ സ്വർഗം ചോദിച്ചിട്ടുണ്ട്, നബി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? മുസ്ലിമിലുള്ള ഹദീസിന്റെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു. നബി സയ്യിദിനോട് പറഞ്ഞു, സയ്യിദേ റബീയത്തെ റളിയല്ലാഹു അൻഹു, റബീയത്തിനോട് നബി പറഞ്ഞു, റബീയത്തെ ചോദിച്ചോ. അപ്പൊ റബീയ റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം കയറണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നബി പറഞ്ഞു, വേറൊന്നും ചോദിക്കാനില്ല. ഇല്ല നബി, എനിക്ക് അതാ വേണ്ടത്. എന്നാൽ ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് നീ എന്നെ ആ വിഷയത്തിൽ നീ ഒന്നെന്നെ സഹായിച്ചോ. അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞറിയുന്നത്? നബിനോട് സ്വർഗം ചോദിച്ചില്ലേ, നബിയാ ഒരു പ്രശ്നമില്ലാതെ സ്വർഗം കൊടുത്തില്ലേ. ഇത് മുസ്ലിമിലുള്ള റിപ്പോർട്ട്. ഒരു ഹദീസ് ഒരു സ്ഥലത്ത് വന്നത് മാത്രം നോക്കിയാൽ പോരാ, ഇതിന്റെ വിശദ വിവരം തർഗീബ് വതർഹീബിൽ ഹാഫിദ് മുൻദിരി വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്വർഗം നേരിട്ട് ചോദിക്കല്ലേ, നബി എനിക്ക് സ്വർഗം തരണം എന്ന് പറയല്ലേ ചെയ്തത്. പിന്നെന്താ ചെയ്തത്? റബീയ റളിയല്ലാഹു തആല അൻഹു നബിക്ക് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കെ രാത്രിയായപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലാണ് ഉറങ്ങിയത്. നബി അതാ നേരം രാത്രിയായപ്പോൾ നബി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നു, നിസ്കരിക്കുന്നു. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. ഒരു ദിവസം നബി എന്നോട് പറഞ്ഞു, യാ റബിയ സല്ലീ, റബിയത്തെ എന്നോട് ചോദിച്ചോ, നിനക്ക് തരാം. അങ്ങനെ റബീയ റളിയല്ലാഹു തആല അൻഹു ഓർത്തു, ദുനിയാവിലുള്ളതൊന്നും ചോദിച്ചിട്ട് ഫലമില്ല, ദുനിയാവാണെങ്കിൽ നശിച്ചു പോകും. അന്നേരം അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദഉ അല്ലാഹ അൻ യുൻജിയനി മിനൻ നാർ വയുദ്ഖിലനിൽ ജന്ന. നബിയേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം നബിയേ. സ്വർഗ്ഗത്തിൽ എനിക്ക് പ്രവേശിക്കുവാനുള്ള അവസരം കിട്ടാനും നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അതാ ചോദിച്ചു, ദുആ ചെയ്യാനാ പറഞ്ഞത്, അല്ലാണ്ട് സ്വർഗ്ഗം നബിയാണ് കൊടുത്തതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. അല്ലാതെ നബിന്റെ കയ്യിൽ ഇങ്ങനെ സ്വർഗ്ഗമുണ്ട്, നബി അതാണ് കൊടുത്തു എന്നല്ല. മൂപ്പര് പ്രസംഗിച്ച അങ്ങനെ നബിന്റെ കയ്യിൽ സ്വർഗ്ഗം ഉണ്ടായിരുന്നു, അതാണ് കൊടുത്തു. പച്ച പൊള്ള് എല്ലാവരുടെ പേരിലും കെട്ടിണ്ടാക്കി, റസൂലുള്ളാഹിയുടെ പേരിലും കെട്ടിണ്ടാക്കി, എല്ലാവരുടെ പേരിലും കെട്ടിണ്ടാക്കി. അതാണ്. അപ്പൊ ഈ കാര്യത്തിന്റെ വിഷയം ഗൗരവമാണ്, തമാശയായിട്ട് കാണേണ്ടതല്ല. ഇതൊക്കെ കാര്യമായിട്ട് ഈ മൗലീദുകളിലും മാലകളിലും ഒക്കെ ഉള്ളതാണ്. ഇനിയും കേട്ടോ, വേറെ കറാമത്ത് എന്താ? വിധിശേഖ് റിഫായ് ശേഖിന്റെ ഒരു കളി, ഒളിച്ചു കളിക്കുക. ഇതൊക്കെ ഓരോ കറാമത്തിന്റെ വലിപ്പം പറയണം. ഹോജാ മുഹീദ്ദീനും താമും കളിക്കുമ്പം കണ്ണിൻ പീരികത്തിന്മേലെ ഒളിച്ചോവർ, കണ്ണിൽ കാരുമേശി മാമനിൽ ചൊല്ലിയാർ, കണ്ടില്ല ഉങ്കൾ വാരുവീനാതെന്നോവർ. വിധിശേഖ് റിഫായ് ശേഖും കൂടി ഒരു ഒളിച്ചു കളി കളിച്ചപ്പോ മൊയ്തീൻ ശേഖിന്റെ കണ്ണിന്റെ വീര്യത്തിന്റെ ഉള്ളിൽ റിഫായ് ശേഖാണ് കയറിയിരുന്നു. ഇതിങ്ങനെ തെരഞ്ഞു നോക്കുക, എന്നെ കണ്ടുപിടിക്കാൻ പറ്റോ എന്നിങ്ങനെ ചോദിച്ച് അവസാനം പറയില്ല കുട്ടികൾ തോറ്റു എന്നറിയില്ലേ, തോറ്റു എന്ന് പറഞ്ഞപ്പോ റിഫായ് ശേഖ് കണ്ണിന്റെ വീര്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. കണ്ടോ, മനുഷ്യന്റെ കണ്ണിൽ ഒരു കരട് വെട്ടാവും കാണൂലേ, ഒരു മുത്തം മനുഷ്യൻ ഇവിടെ കയ്യിൽ കുത്തിട്ട് അത് കണ്ടില്ല. പിന്നെ കറാമത്താങ്ങളത് ചോദിക്കാനാ റിഫായ് മാലക്കാരന് കെട്ടിണ്ടാക്കിയത്. ഇതിന് കറാമത്തുണ്ടാവും, ഇതിന്റെ ഉള്ളിലാണ്ട് ചെറുതായിട്ടാണ്ട് ഇരുന്നിട്ടേ കണ്ടില്ല. ഇതൊന്നും നബിമാർക്കൊന്നും നിങ്ങൾ കേൾക്കൂലയും വിശത്തും കറാമത്തും അരല്ലേ, ഇല്ലാത്തത് പേർക്കല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറയും കറാമത്ത്. ഇനി വേറെ കൊണ്ടുപോയി പ്രധാനപ്പെട്ട ഒരു കറാമത്തുണ്ടാ, എന്താ പഠിച്ച ലേറ്റസ്റ്റ് കറാമത്ത്. സുന്നിയക്കാർ 1995 ജനുവരി 18 പേജ് 6
സൗകര്യാർത്ഥം ഒരു പുസ്തകത്തിന്റെ മേലെ ഒട്ടിച്ചിരിക്കുകയാണ്, പേപ്പറിലെ കട്ടിങ്ങാണ്, ഫോട്ടോ കോപ്പി ഒന്നല്ല, ഒറിജിനലാണ്. ഖബറിൽ നിന്ന് 2 തവണ ഹെഡിങ് അതാണ്, ഖബറിൽ നിന്ന് 2 തവണ. കേട്ടോളി, ഖബറിൽ നിന്ന് 2 തവണ മയ്യത്ത് പുറത്തു വരിക, ഒരിക്കലല്ല 2 തവണ, അതും കഫൻ തുണിയിൽ പൊതിഞ്ഞ മട്ടിൽ. പ്രത്യക്ഷപ്പെടുന്നതോ ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ച മയ്യത്ത് കട്ടിലിലും. ആശ്ചര്യചിഹ്നം. ഈജിപ്തിലെ അൽബുഹൈറ ജില്ലയിൽ റഷീദ് നഗരത്തിലാണ് ഈ അത്ഭുത സംഭവം ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽബയാൻ പത്രത്തിന്റെ കെയ്റോ പ്രതിനിധി ഫത്തിഹി മഹ്മൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖുറാഫാത്ത് കേട്ടോളി. നൈൽ നദിയിൽ നീന്തി തുടിക്കുന്നതിനിടയിലാണ് അഹമ്മദ് അൽ സമ്മാൻ എന്ന 15-കാരൻ മുങ്ങി മരിച്ചത്. നദിയിൽ നിന്ന് ജഡം കരക്കെടുത്ത് ബന്ധുക്കൾ നഗരത്തിലെ മക്ബറയിൽ കബറടക്കുകയും ചെയ്തു. ഉറപ്പായില്ലേ? നദിയിൽ മുങ്ങി മരിച്ച ഒരു കുട്ടി ജഡമൊക്കെ കരക്കെടുത്ത് കഫതുടിയിലൊക്കെ പൊതിഞ്ഞ് ബന്ധുക്കൾ മക്ബറയിൽ കബറടക്കുകയും ചെയ്തു. ഉറപ്പാ. പിറ്റേന്ന് വെളുപ്പിനുണ്ട് കുട്ടിയുടെ ജഡം മക്ബറയിൽ നിന്ന് ഏറെ ദൂരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കബറടക്കാൻ കൊണ്ടുപോയ അതേ മയ്യത്ത് കട്ടിലിൽ കഫൻ തുണികളിൽ പൊതിഞ്ഞ അതേപടി ഇത് വന്നിരിക്കും. കഫൻ തുണിയിലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി അതേ മയ്യത്ത് കട്ടിലിൽ തന്നെ പുറത്തു. വിവരമറിഞ്ഞ പിതാവ് ഓടിയെത്തി. പോലീസും രംഗത്തെത്തി. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഹസൻ ഷത്താ ജനാസ വീണ്ടും പരിശോധിച്ച് ജീവനില്ലെന്ന് ഉറപ്പുവരുത്തി. മൃതദേഹം വീണ്ടും കബറടക്കി. ബന്ധുക്കൾ മടങ്ങി. പിന്നെ രണ്ടാമതും എന്ത് ചെയ്തു? ഉറപ്പ് തന്നെയാണ് കബറടക്കി. ഇനിയൊരു പൊന്തരുതുകളെ കബറടക്കി. രണ്ടാമത്തെ കബറടക്കം കഴിഞ്ഞ് മക്ബറക്കടുത്ത് മസ്ജിദ് അബൂ ഉസ്മാനിൽ ഇശാ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ബന്ധുക്കൾ. ബാങ്ക് കൊടുക്കാൻ ഏതാണ്ട് ഇങ്ങനെ ആയിന്. 5 മിനിറ്റ് കഴിഞ്ഞു കാണില്ല. അപ്പോഴേക്കും വീണ്ടും ജനാസ പഴയ മയ്യത്ത് കട്ടിലിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അത് മയ്യത്ത് കട്ടിലിൽ തന്നെ വെച്ചു. കഫൻ പുടവകളോടെ തന്നെ മക്ബറയിൽ നിന്ന് 50 മീറ്റർ അകലെ. എത്ര കൃത്യമായിട്ട്! അതാണ് ഞങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ കൃത്യം പറയും. 50 അല്ലെങ്കിൽ ഒരു 10-600 എന്ന് പറഞ്ഞ പോലെ 50 കിലോമീറ്റർ അകലെ. സംഭ്രാന്തരായ ബന്ധുക്കൾ അല്ലസേറിലെ പണ്ഡിതനെ ചെന്നുകൊണ്ടു. ജനാസക്കരികിലിരുന്ന് അല്പനേരം ഖുർആൻ പാരായണം ചെയ്ത ശൈഖ് ഈ കുട്ടിയുടെ കുടുംബത്തിന് മറ്റെവിടെയെങ്കിലും സ്വന്തം വക ഖബറുണ്ടോ എന്നാരാഞ്ഞു. ഈ കുട്ടിക്ക് സ്വന്തം വക വല്ല മക്ബറി എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യപ്പെട്ട ശൈഖ് ചോദിച്ചത്. തൊട്ടടുത്തുള്ള ശിഹാബുദ്ദീൻ ഗ്രാമത്തിൽ കുട്ടിയുടെ പിതാമഹന് ഒരു മക്ബറയുള്ളതായി ബന്ധുക്കൾ അറിയിച്ചു. അവിടെ മക്ബറുണ്ട്, ഈ കുട്ടിയുടെ സ്വന്തമാണ്. എങ്കിൽ അവിടെ മറവ് ചെയ്യുക. ജനാസയുടെ ആവശ്യം അതാണ് എന്ന് ശൈഖ് നിഗമനത്തിലെത്തി. ശൈഖ് പറഞ്ഞു ജനാസയുടെ ആവശ്യത ഇവർക്ക് അപ്പോഴൊക്കെ വഹിയിട്ടുണ്ടാവും. ജനാസ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രതിഷേധം പ്രകടിപ്പിക്കാതിരിക്കാൻ സ്വന്തം സ്ഥലത്ത് മറമാടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങോട്ട് നീച്ചു വരാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് പറഞ്ഞൂടെ? അത്ര മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തണം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് 40 ഭാരം മണ്ണൂട്ട് മൂടുവെല്ലം വെച്ച് ഒരുപാട് മണ്ണൂട്ടിട്ട് 2 പ്രാവശ്യം എഴുന്നേറ്റ് വരാൻ കഴിയുന്ന മയ്യത്തിന് ആവശ്യം പറഞ്ഞൂടെ? ജനങ്ങളെ കുഴപ്പമില്ല, നേരവാകട്ടെ. അങ്ങനെ ഒരു ആംബുലൻസിൽ മൃതദേഹം ആ മക്ബറയിലേക്ക് കൊണ്ടുപോയി. അവിടെ പിതാമഹന്റെ ഖബറിനരികെ ഖബറടക്കുകയും ചെയ്തു. 3ാമത്തെ മറമാടൽ. പിന്നീട് മയ്യത്ത് എഴുന്നേറ്റ് വന്നില്ല. സുന്നി അഫ്കാറിൽ ഉണ്ടായതാണ്. കറാമത്തായിട്ട് കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ ഓരോ കറാമത്തുള്ള സാമ്പിളാണ്. ഇനി വേറൊരു കറാമത്ത് കേട്ടോ. വേറെ കാര്യമായൊരു കറാമത്തിന്റെ പിന്നെ റിഫായി ഷേഖിന്റെ കറാമത്താണ്. റിഫായി ഷേഖ് പറയണത് എന്ത്? റിഫായി മാലിക് പറയണേ, എന്റെ മുരീദെ പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷമില്ല എന്ന് പറഞ്ഞോവർ. എന്റെ മുരീദിനെ പെരുമ്പാമ്പ് കടിച്ചാലും ഒരിക്കലും വിഷം ഉണ്ടാവില്ല എന്നാണ്. മനസ്സിലായിപ്പോ? പെരുമ്പാമ്പിന് അല്ലെങ്കിൽ തന്നെ വിഷമല്ല, അത് കടിക്കൂല. പിന്നെ എന്റെ മുരീദ് അപ്പൊ ഒരു മൊഴിയേര് പ്രസംഗിച്ചത് അത് പെരും പ്ലസ് പാമ്പിനെ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പെരും പ്ലസ് പാമ്പ് തന്നെ പെരുമ്പാമ്പ് കടിച്ചാലേ വിഷല്ല. പിന്നെ വേറൊന്നെന്താ? ഈ ലോകത്തുള്ള മുഴുവൻ ചെടികൾക്കും പച്ചപ്പില്ലേ, പച്ചപ്പ്, ആ പച്ച നിറം കൊടുക്കണത് ഞാനാണെന്നാണ്. ഈ രക്തത്തിനൊക്കെ ചുവപ്പ് വർണ്ണം കൊടുക്കൽ ഏതോ ഒരു സാധനമാണല്ലോ. അതുമായി ഈ ലോകത്തുള്ള ഈ ചെടികൾക്കൊക്കെ ആ ഹരിതവർണ്ണം ഉണ്ടല്ലോ, അത് കൊടുക്കുന്നത് നമ്മളെ നോട്ടം കൊണ്ടാണ്. പാരിൽ ഒരു പുൽപ്പം എന്നോക്ക് കൂടാതെ പച്ചപ്പാടില്ല അതെന്ന് പറഞ്ഞോവർ. ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടിക്ക് പോലും പച്ചപ്പാട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനാണ് നോക്കണം, എന്റെ കടാക്ഷം ഉണ്ടാകണം. എന്തെല്ലാണ്ട് തരങ്ങൾ കാര്യങ്ങൾ കുറെ ഉണ്ട്. പിന്നെ അതൊരു കറാമത്താണ്. പിന്നെ പറയണ എന്താ? പെരുമ്പടപ്പിൽ പുത്തമ്പള്ളിയിലൊരു കറാമത്ത്. പുത്തമ്പള്ളിയിലൊരു കറാമത്ത്. പുത്തമ്പള്ളി വലിയ എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഈ ബുക്കിൽ കാര്യമായൊരു കറാമത്ത് പറയുന്നുണ്ട്. അത് ശൈഖവറുകളുടെ ചരമം ഒരു വലിയ സംഭവമായിരുന്നു. പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ചരമം ഒരു വലിയ സംഭവമായിരുന്നു. ജനങ്ങൾ കണ്ണുനീര് തൂക്കിക്കൊണ്ട് ഒരുമിച്ചുകൂടി
തങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖിനെ ഒരു നോക്ക് കാണാൻ അവർ തിരക്ക് കൂട്ടി. അപ്പോഴും ഒരു അത്ഭുത സംഭവത്തിന് ദൃക്സാക്ഷികളായി. ബഹുമാനപ്പെട്ടവരുടെ ഒരു കാല് വളഞ്ഞായിരുന്നല്ലോ കിടപ്പ്. കുഞ്ഞാമൂത്തിയാരുടെ ഒരു കാല് പണ്ട് ചെറുപ്പത്തിലെ ഇബാദത്തെടുത്തിട്ടാണ് വേറെ ബുക്ക് പറയണത്. ഇബാദത്തെടുത്തിട്ട് കാലൊക്കെ വളഞ്ഞിരുന്ന, അതുകൊണ്ട് ശരിക്കും നിവർന്നു നിൽക്കാൻ വയ്യാതെ ഒരു കൈ കുത്തിയിട്ടൊക്കെ ഇരുന്നിട്ടാണ് അദ്ദേഹം നിസ്കരിച്ചിരുന്നത് എന്നാണ് പറയണത്. അവിടെയൊക്കെ വേറെ ചോദ്യമുണ്ട്. കുഞ്ഞാമൂത്തിയാരെ കാര്യമായ കറാമത്തന്നെ എന്നാണ് ആ കിണറ്റിലെ വെള്ളമാണ്. മൂപ്പര് പൂജ വെള്ളം ഒന്ന് കാലും വെച്ചിട്ട് ആ കാല് നീർന്നിട്ടില്ല. അതാണ് ഇപ്പൊ കാല് നീരാൻ വേണ്ടി പുത്തമ്പള്ളിയിലേക്ക് പോണത്. അത് വേറെ വിഷയം, കഥയിലൊന്നും ചോദിക്കണ്ട. ഏതോ ആകട്ടെ, മൂപ്പര് ജീവിതകാലത്തൊന്നും ആ കാല് നീർത്താൻ മൂപ്പരെ കൊണ്ട് വെച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറ്റം പറയില്ലട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതൊക്കെ പിന്നീട് ആൾക്കാരുണ്ടാക്കിയതാണ്. അപ്പൊ കാല് അദ്ദേഹത്തിന് നീർത്താൻ അദ്ദേഹത്തിന്റെ ആ പുത്തമ്പള്ളിയിലെ വെള്ളം കൊണ്ട് സാധിച്ചിട്ടില്ല. ഏതോ ആട്ടെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം വന്നത് കാല് വളഞ്ഞിട്ടാണല്ലോ കിടക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കാല് വളഞ്ഞായിരുന്നല്ലോ കിടപ്പ്. മയ്യത്ത് കുളിപ്പിച്ചപ്പോഴും കഫൻ ചെയ്തപ്പോഴുമെല്ലാം ആ വളവ് നിവരാതെ നിന്നു. സുബ്ഹാനല്ലാഹ്, ഇനി എന്ത് ചെയ്യും? നിവരാത്ത കാല് അങ്ങനെ തന്നെ വെച്ച് കബറടക്കുകയോ? ഇങ്ങനെയെല്ലാം ആലോചിച്ച് മനസ്സ് പുണ്ണായി നിൽക്കുമ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. എന്താ അത്ഭുതം? ആദ്യം കൂടി നിന്നവർക്ക് വിശ്വസിക്കാനായില്ല. മഹാത്ഭുതം എന്ന് അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. തങ്ങൾ കിനാവ് കാണുകയാണെന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. എന്തായിരുന്നുവെന്നോ സംഭവിച്ചത്? വളഞ്ഞു നിൽക്കുന്ന കാല് പെട്ടെന്ന് ചലിച്ചു. അത് പൂർവ്വസ്ഥിതിയിൽ നിവർന്നു നിന്നു. കാലാണ് നീട്ടി മുപ്പരി. കിടന്ന കിടப்புന്ന് കാലാണ് നീട്ടി. അതേ, മരിച്ച മയ്യത്ത് സ്വന്തം കാല് നിവർത്തി വെക്കുക ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു കറാമത്തായിരുന്നു അത്. പേജ് 39-40 പുത്തമ്പള്ളി വലിയ ബുക്കിന്റെ പേര്. ഇതിലാ പറയുന്നത് ആരാണ് നീട്ടി. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ പുത്തമ്പള്ളിയിൽ മനുഷ്യന്മാർ ചെയ്ത് തെമ്മാടിത്തരല്ലേ? ആലോചിച്ച് മരിച്ചടക്കണ മനുഷ്യൻ കാലൊന്ന് ഇളക്കിയിട്ട് കാലാണ് നിർത്തിയിട്ടുണ്ട ഇതൊക്കെ മരിച്ചു ഇല്ല, ജീവണ്ട്. ഉടനെ കൊണ്ടുപോകണം, ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യാനുള്ള മരിച്ചോലെന്ന് ഉറപ്പുവരുത്താൻ. ഇവര് നേരെ ചെയ്തു 80 സ്പീഡിൽ കബറിൽ കിടക്കുക. ഇത് ശരിയാണോ? ജീവിതകാലത്ത് മുഴുക്കെ മൂപ്പര വെള്ളം ഊതിയിട്ട് അതാണ് കിണറ്റിലൊഴിച്ചിട്ടാണ്. ആ കിണറ്റിലെ വെള്ളമാണ് എല്ലാത്തിനും കറാമത്ത്. എപ്പൊ കഴിഞ്ഞിട്ടുള്ള ചോറ് വിതരണം കണ്ടില്ലേ നിങ്ങൾ പത്രത്തിൽ? ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരിങ്ങനെ തിരക്കൂട്ടുന്നത് ചോറ് വാങ്ങാൻ. അതിൽ ആരൊക്കെ ഉണ്ട്? പെണ്ണുങ്ങളുണ്ട്, കേട്ടില്ലേ? അവിടെയൊക്കെ പ്രശ്നമൊന്നുമില്ല, ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് ചോറ് വാങ്ങാം. കാരണം ആ വെള്ളത്തിലാണ് ഈ ചോറ് വെക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തിന്റെ പോരിച്ച് കൊടുത്തിട്ട് ഈ ചോറ് വാങ്ങാൻ ഭയങ്കര തിരക്കാണ്. മാറാവ്യാധിക്കേ അവിടെ പരസ്യത്തിയുള്ളൂ, മാറുന്ന വ്യാധിക്കൊന്നും പരസ്യത്തില്ല. പരസ്യത്തിൽ എന്താ ഉള്ളത്? പേപ്പട്ടി വിഷ, സർപ്പവിഷ നിവാരണം എന്നിട്ടാൽ മാറാവ്യാധികളിൽ അത്ഭുത പരസ്യത്തിൽ. മാറുന്ന വ്യാധികൾക്കൊന്നും അവിടെ ചികിത്സല്ല. അതുകൊണ്ടാണ് മാറാവുന്ന വ്യാധികൾക്കൊക്കെ വേണ്ടി 12 ഡോക്ടർമാരുള്ള ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിച്ചത്. മാറാവ്യാധിക്കൊക്കെ ഈ വെള്ളം മതിയെങ്കിൽ പിന്നെ മാറുന്ന വ്യാധിക്ക് കൊണ്ടുപോലെ പറ്റൂല. അപ്പൊ തോൽക്കറിയാ, അതിന്റെ ജാറത്തിന്റെ കമ്മിറ്റിക്കാർക്ക് ഇതൊക്കെ തട്ടിപ്പാണ്. അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവർ ചെയ്യൂല. അവിടെ വേണ്ട ബഹളവും കത്തിക്കുത്തൊക്കെ ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞല്ലോ 2 കൊല്ലം മുമ്പ് കത്തിക്കുത്തൊക്കെ ഉണ്ടായി. സെക്രട്ടറിക്ക് തന്നെ നല്ലൊരു കുത്തുണ്ട്, നല്ല കൊത്തുണ്ട്. അപ്പൊ മൂപ്പര് എന്ത് പറഞ്ഞില്ല, ആ കിണറ്റിൽ വെള്ളം മുക്കിക്കോളി, ഇന്റെ കാലം കൊണ്ട് ഒഴിച്ചോളി നല്ല പറഞ്ഞത്. 80 സ്പീഡിൽ എടുത്തു ആശുപത്രിക്ക്. ഏത് കാറിലാ പോയത്? ഈ വെള്ളം വെച്ചിട്ടുണ്ടാക്കിയ കാറിൽ. ഈ വെള്ളം തിരുന്നതാ, ഇത് ഒഴിച്ചാൽ എല്ലാത്തിനും പല സ്ഥിതിയാണെന്നാ. മൂപ്പരിക്കറിയാം, അമ്മത്തിന് പറ്റൂല, നമ്മക്ക് നേരായാലും പറ്റൂല. ഇതാണ് കഥ. ഇങ്ങനെ പുത്തമ്പള്ളി ശേഖനെ പറ്റി ആളുകൾക്കൊക്കെ കറാമത്തായിട്ട് കൊണ്ടു നടന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കുറെ കെട്ടുകഥകൾ ഓരോരുത്തരുണ്ടാക്കുന്നുണ്ട്. കറാമത്തുകളുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോന്നിങ്ങോട്ട് ഓരോ ഏജന്റുമാരും മുഖേന പരസ്യപ്പെടുത്തലാണ്. പണ്ട് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് ഇപ്പൊ ആ കറാമത്ത് കേൾക്കുന്നില്ല. പണ്ടൊരു കറാമത്തുണ്ടായിരുന്നു വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വള്ളിക്കുന്നിലെ വെള്ളത്തിന് വലിയ പോരിശേഷി. വള്ളിക്കുന്നിലൊരു വെള്ളം ഉണ്ട്, കിണർ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം തൊട്ട് തടവിയ കുരുടന്മാരുടെ ഒക്കെ കണ്ണിന് കാഴ്ച തിരിച്ചിട്ടിരുന്ന അന്നത്തെ കാര്യമായ പരസ്യം ഉണ്ടായിരുന്നവരെങ്കിൽ കാര്യമായിട്ട് ജനങ്ങൾ പ്രചരിപ്പിച്ചത്. വള്ളിക്കുന്നിലെ വെള്ളത്തിന്റെ പോലീസ് പറയുന്നത് അവിടുന്ന് ലോഡ് കണക്കിനാണ് വടി കയറ്റുമതി ചെയ്യുന്നത് ഇങ്ങോട്ട് പുറത്തേക്ക്. മനസ്സിലായെങ്കിൽ കണ്ണൊട്ടന്മാരൊക്കെ വടിയും കുത്തി പിടിച്ചിട്ട് കിണറിന്റെ അടുത്തോളം ചെല്ലും. അവിടുത്തെ വെള്ളം മുക്കിയിട്ട് കണ്ണിലെടുത്ത് തടയുക. പിന്നെ വടി ആവശ്യമില്ല. അങ്ങനെ കണ്ണൊട്ടന്മാരിട്ട് പോണ വടിയൊക്കെ കൂടി മനുഷ്യന്മാർക്ക് നീക്കാൻ വയ്യായിട്ട് ലോറികൾ ലോഡ് കണക്കിന് ഇത് തട്ടിയിരുന്നു. ആ വള്ളിക്കുന്നിലെ വെള്ളപ്പല്ല, അത് നരച്ചു. ഇങ്ങനെ കുറെ കറാമത്ത്. ഇനി വേറൊരു കറാമത്ത് എന്താ അറിയാം? വെളിയങ്കോട് ഉമ്മർഗാദിയുടെ കറാമത്താണ്. വെളിയങ്കോട് ഉമ്മർഗാദിക്ക് ഒരു ബെയ്ത്തുണ്ടായിരുന്നു, റൗള പൊട്ടിച്ച ബെയ്ത്ത് അതിന്റെ പേരുണ്ട്. ആ ബെയ്ത്താണ് ചെല്ലിയപ്പോ റസൂലുള്ളാഹിയുടെ ജാറത്തിന്റെ വാതിൽ അങ്ങോട്ട് പൊട്ടിത്തകർന്നു. മൂപ്പരോട് അതിന്റെ ഉള്ളൊന്ന് കാണണമെന്ന് പറഞ്ഞു മക്കാരോട്. സമ്മതിച്ചില്ല, അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്നിട്ടൊരു ബെയ്ത്ത. ആ ബെയ്ത്താണ് ചൊല്ലി. ആ ബെയ്ത്താണ് സ്വല്ലല്ലാഹു ബെയ്ത്ത്. ആ ബെയ്ത്താണ് ചൊല്ലിയപ്പോ വാതിൽ താനങ്ങോട്ട് തുറന്നു. മൃഗാലിന്റെ ഉള്ളിലേക്കാണ് കയറി. റസൂലുള്ള കൈ ഇങ്ങനെ പുറത്ത് കിട്ടി മൃഗാലിനെ പിടിച്ചു മുത്തി കൈ അങ്ങനെ ഉള്ളിലേക്കാണ് പോയി.
ഇത് കണ്ടിട്ട് അറബികൾ പറഞ്ഞു, മത്തി തിന്നുന്ന നാട്ടിലുമുണ്ടോ ഇത്ര വലിയ ഔലിയാക്കൾ? മത്തി അറബികൾ പറഞ്ഞല്ല, മത്തി തിന്നുന്ന നാട്ടിലുമുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ? അത്ഭുതപ്പെട്ടു. മദീനന്റെ ചരിത്രം ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, ഒരു പണ്ഡിതനും എഴുതിയിട്ടില്ല. ഇല്ലേ? അപ്പൊ കേട്ടോ, ഷറഹു സല്ലലിലാഹ്, ആ സല്ലലിലാഹു ബൈത്തിൽ ഒരു ഷറഹ് എഴുതിയിട്ട് എഴുതിയാളി CS മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി ഇടവ. അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഉമർ ഖാദിയുടെ വലിയ കറാമത്ത് ഉണ്ടോ? ഉമർ ഖാദിയുടെ ഒരു കറാമത്ത്. ഉമർ ഖാദിയുടെ സ്നേഹിതനായിരുന്ന ഹംസ ഹാജി തങ്ങൾ പൊന്നാനിയിൽ വെച്ച് മരണപ്പെട്ടു. ഉണ്ടോ? ഹംസ ഹാജി പൊന്നാനിയിൽ വെച്ച് മരണപ്പെട്ടു. പൊന്നാനിയിലുള്ള കടകളെല്ലാം അടച്ചും ഖബർ വെട്ടി തയ്യാറാക്കിയും പിറ്റേ ദിവസം ഖബറടക്കം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇല്ല, ആദ്യം കുറച്ച് വിട്ടുപോയിക്കും, അത് വായിക്കും. ഇല്ല, വിട്ടിട്ടില്ല കേട്ടോ. ഖാദി അവർകൾ വന്നെത്തേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഖാദി വണ്ടിയിൽ നിന്നും ഇറങ്ങി മയ്യത്തിനെ സമീപിച്ചു. ഞാൻ മരിക്കുമ്പോൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഹംസ ആയിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അല്ലാഹുവിനോട് ആ ആഗ്രഹത്തെ ചോദിക്കുന്നു. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെങ്കിൽ ഹംസ വീണ്ടും ജീവിക്കണം. എന്താ പറയുന്നത്? എന്താ അറിയോ? വലിയ ഉമർ ഖാദിയുടെ വലിയ കൂട്ടുകാരനായിരുന്നു ഹംസാജി. അപ്പൊ ഹംസാജി പറയുന്നു, തങ്ങളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മയ്യത്ത് ഞാനാ ഒളിപ്പിക്കാം. അപ്പൊ അതിനെതിരായപ്പോൾ ആദ്യം ഹംസാജി മരിച്ചാൽ പിന്നെ ഞാനാ മയ്യത്ത് ഒളിപ്പിക്കാം. ഉമർ ഖാദിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ എന്റെ മയ്യത്ത് ഹംസനെ കുളിപ്പിക്കണം, മരിച്ചുപോയില്ലേ, അതിനിപ്പോ എന്താ ജീവിപ്പിക്കന്നെ? വളരെ എളുപ്പല്ലേ, അത് ജീവിപ്പിക്കാം. റസൂലുള്ളാഹി ഇവിടെ ധാരിച്ചിട്ടില്ല, പെട്ടെന്ന് പോയി ജീവിപ്പിക്കണം. ജീവിപ്പിക്കണ എങ്ങനെയാ? അവിടെ പോയി നിന്നിട്ട് വിളിക്കുന്നു, മോനെ ഹംസ ഉണ്ണി. മയ്യത്തിന്റെ മുഖാവരണം നീക്കിയിട്ട് ഹംസ ഉണ്ണി എന്ന് വിളിച്ചപ്പോൾ ഹംസ ഹാജി തങ്ങൾ കണ്ണു തുറക്കുകയും ശ്വാസം വലിക്കുകയും ചെയ്തു. പിന്നീട് വളരെ കാലം ജീവിച്ചിരുന്ന ഹംസ ഹാജി തങ്ങൾ ഉമർ ഖാദി മരണപ്പെട്ടപ്പോൾ അദ്ദേഹമായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചത്. ഹംസാജിനെ മോനെ ഹംസ ഉണ്ണി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞല്ലോ, എഴുന്നേറ്റില്ലേ? എന്താ കറാമത്തിന്റെ കോലം? അതാ ഉമർ ഖാദി. ഈ വേറൊന്ന് കേട്ടോ, വേറൊരു കറാമത്ത് എന്താ ഇവക്ക് പറയുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ പല കറാമത്തുകളും നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ വെളിയങ്കോട്ടിൽ നിന്നും ഖാദിയുടെ വിശ്വസ്തനായ ഒരാൾ റംസാൻ മാസപ്പിറവി കണ്ടതായി ഖാദിയോട് പറഞ്ഞു. വെളിയങ്കോട് മുസ്ലിമീങ്ങളും നോമ്പ് പിടിച്ചു. അതേസമയം അടുത്ത മഹല്ലായ പൊന്നാനിയിൽ മാസപ്പിറവി കാണാത്തതിനാൽ അവർ നോമ്പ് പിടിച്ചില്ല. അവർ ഒരു ദിവസം പിറകിലായി നോമ്പ് ആരംഭിക്കുവാൻ. ഖാദി ഓരോ വർഷവും റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസവും പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ഇത്തികാഫിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ അക്കൊല്ലവും അദ്ദേഹം പതിവനുസരിച്ച് പൊന്നാനിയിൽ താമസിച്ചു. ഖാദിക്ക് നോമ്പ് 30 തികഞ്ഞു. പിറ്റേ ദിവസം നോമ്പ് പിടിച്ചുകൂടാത്തതും പെരുന്നാളാകേണ്ടതുമാണ്. പൊന്നാനി സ്വദേശികൾക്ക് നോമ്പ് 29 മാസപ്പിറവി കണ്ടാൽ മാത്രമേ നോമ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുകയുമുള്ളൂ. അന്നേ ദിവസം ഖാദിക്ക് നോമ്പ് 30 തികഞ്ഞിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ പൊന്നാനി നിവാസി